ശ്രുതി, ഇപ്പോൾ ഗതാഗത മന്ത്രാലയത്തിൻ്റെ പത്ര റിലീസ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഉത്തരവാദിത്വം KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് മാത്രമാണ്. ഇനി ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? എന്താ ചോദ്യത്തിന് പ്രസക്തി ഉറപ്പായിട്ടുണ്ട്. ഇത് നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വികസനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളുടെ പട്ടികയിൽ ആദ്യം വിഴിഞ്ഞം രണ്ടാമത്തെ ദേശീയപാതയാണ്. എല്ലാ ഘട്ടത്തിലും അതാണ്. പ്രസംഗങ്ങളിലതാണ്, റീൽസിലതാണ്, ഹോർഡിങ്സിലതാണ്, എല്ലാ അവകാശവാദത്തിലും അതാണ്. ഇപ്പോൾ NHAയുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങളിൽ പറയാറുണ്ടായിരുന്നു. പക്ഷേ അതേ സമയങ്ങളിൽ തന്നെയാണ് പൊതുമരാമത്ത് മന്ത്രി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടും അല്ലാതെ മോർണിംഗ് ഷോയിൽ, താങ്കളുടെ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എത്രയോ തവണ, എത്രത്തോളം ഉത്തരവാദിത്തോടു കൂടിയാണ് അദ്ദേഹം ഈ പരിപാടി നടത്തുന്നതെന്ന്. ഓരോ സ്ഥലത്തേക്കും സൈറ്റുകളിലേക്ക് പോകുന്നു, അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നു, പ്രത്യേകം ചർച്ച നടത്തുന്നു, ജനപ്രതിനിധികളെ കാണുന്നു, ജനങ്ങളെ കാണുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തത്? അതൊരു ചോദ്യമാണല്ലോ. NHAയ്ക്കുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ 6000 കോടി ചെലവാക്കുന്നു, ഭൂമി ഏറ്റെടുത്ത് നൽകുന്നു. അത് മേനി പറയുമ്പോൾ അപ്പുറത്ത് കുഴപ്പം സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം കൂടിയുണ്ട്. അപ്പോൾ അവിടെ ആ മുതൽ ക്ഷ വരെയുള്ള എല്ലാ കാര്യങ്ങളും NHA ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി ഇന്ന് യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് മന്ത്രിയെ എന്നതിനപ്പുറം മരുമകനെ സംരക്ഷിക്കാനുള്ള പ്രതികരണമാണോ നടത്തിയെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് വൈകിട്ട് നടത്തിയത്. അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്തത്, സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഹോർഡിങ്സിൽ ഈ അവകാശവാദം ഉന്നയിച്ചത്? അപ്പോൾ ക്രെഡിറ്റ് ഇപ്പോൾ ആർക്കും വേണ്ടേ? ഇത് ഞങ്ങളുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് തള്ളുകയാണോ? ഇപ്പോൾ ഈ നിർമ്മാണത്തിലെ പാകപ്പിഴ തുടക്കത്തിലെ പരിശോധിക്കേണ്ട കാര്യത്തിൽ പരിശോധിച്ചില്ല. നമ്മൾ ഇന്നലെ വിശദമായി സംസാരിക്കുമ്പോൾ ശ്രീ ആൻഡോ പറഞ്ഞിരുന്നു വയലുകളിൽ എങ്ങനെയാണ് നികത്തിയിരിക്കുന്നത്, വയലുകൾ എങ്ങനെയാണ് കല്ലിട്ട് നികത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വീഴ്ച എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ പ്രാഥമികമായി പരിശോധിക്കേണ്ട കാര്യമാണ്. അതിൽ തന്നെ ഈ കരാറുകാർക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെയാണ് ഈ KNR കൺസ്ട്രക്ഷൻസിനെതിരെ നടപടി എടുത്തിരിക്കുന്നത്. അവർക്ക് ഇനി തുടർ കരാറിൽ പങ്കെടുക്കാനാവില്ല. ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കുണ്ട്. അപ്പോൾ ഈ 3 അംഗ സമിതി നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗം തന്നെ നടപടിയെടുത്തിരിക്കുന്ന മലപ്പുറം കൂരിയാട് വിഷയത്തിലാണല്ലോ, അല്ലേ? ഇനി കുപ്പത്തും മണ്ണിടിയുന്നുണ്ട്, പലയിടത്തും വിണ്ടുകീറിയിട്ടുണ്ട്, പലയിടത്തും സമരമുണ്ട്, പലയിടത്തും പശയൊട്ടിച്ച പ്രതിഷേധവുമായി പ്രതിപക്ഷം വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് മഴ കനക്കുമ്പോൾ എവിടെയൊക്കെ ഇനി വിണ്ടു കീറുമെന്ന് അറിയില്ല. അപ്പോൾ അവിടേക്കൊക്കെ ഇനിയും വീണ്ടും സമിതി പഠനം നടത്തുകയും വീണ്ടും കരാറുകാർക്കെതിരെ നടപടിയെടുക്കുകയാണോ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇനി എല്ലാ കരാറുകളും ഒഴിവാക്കി പുതിയ കരാറുകാരെ കൊണ്ടുവരാനാണോ പോകുന്നത്? ഇനി ഇതിൽ പ്രതിപക്ഷത്തെ MP-മാരും ആരും ഒന്നും പ്രതികരിച്ച് കണ്ടില്ല അതാത് സ്ഥലത്ത് പ്രശ്നങ്ങളിൽ എന്നുള്ള നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അങ്ങനെയല്ല, പല MP-മാരും പ്രതികരിച്ചിട്ടുണ്ട്. MK രാഘവനെ പോലുള്ള MP-മാർ അത് പ്രതികരിക്കുകയും ഗഡ്കരിക്ക് തന്നെ നിവേദനം നൽകുകയും ചെയ്യുന്നതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പലരും അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. പല ജനപ്രതിനിധികളും പറയുന്നു. ഇന്നത്തെ എൻ്റെ ചർച്ചയിൽ PV അൻവർ മുൻ MLA PV അൻവറും പറയുന്നുണ്ട് പലതും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായും ജനങ്ങളുടെ ഒരു വിഷയമായതുകൊണ്ട്, അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട്, നഷ്ടപരിഹാരം മാത്രമല്ല, വയലുകൾ നികത്തുമ്പോൾ വയലുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വരുമ്പോൾ അവിടേക്ക് വീടുകളിലേക്ക് വെള്ളം കയറുമ്പോഴൊക്കെ സ്വാഭാവികമായും ജനം ആ പ്രതിഷേധം പറഞ്ഞിരിക്കാം. ഇപ്പോൾ ഈ പറയുന്ന ഈ KNR കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ കരാറുകാർ നിരന്തരം പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ കയറിയിറങ്ങുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ കയറിയിറങ്ങി വന്ന ഈ കരാറുകാർക്കെതിരെ നേരത്തെ പരാതി ഉയർന്നപ്പോൾ അവർ ഇത് കുറേ പണി ചെയ്തതാണ്, കുറേ നല്ല വർക്ക് ചെയ്ത് അവർക്ക് എന്താ പറയുക അതിലുള്ള വൈദഗ്ധ്യമുള്ളവരാണ്, അപ്പോൾ പരാതി പറയാൻ വരണ്ട എന്ന് മന്ത്രി തന്നെ അതിനെ തള്ളിപ്പറഞ്ഞു എന്നൊരു വാദം കൂടി പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ വാക്കാലുള്ള കാര്യങ്ങളാണ്. ഇതിനൊന്നും രേഖ എവിടെയെന്ന് ചോദിച്ചാൽ രേഖയൊന്നും എടുത്ത് കാണിക്കാനുണ്ടാവില്ല. നമ്മുടെ മുന്നിലുള്ള രേഖ എന്ന് പറയുന്നത് റോഡിലെ വിള്ളലാണ്. ഇപ്പോൾ വിള്ളലുള്ള റോഡ് ആർക്കും വേണ്ട. അതിപ്പോൾ കരാറുകാരുടെ മാത്രം പ്രശ്നം എന്ന രൂപത്തിൽ കാണാൻ പറ്റില്ല. സർക്കാരുകളുടേതായ ഉത്തരവാദിത്തമുണ്ടല്ലോ. ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ കോടതി NHAയോട് മറുപടി തേടിയിട്ടുണ്ട്. ആ മറുപടി നൽകുമ്പോൾ ഞങ്ങളുടെ ഒരു കരാറുകാരന് കുഴപ്പം പറ്റിയെന്നാണോ പറയേണ്ടത്? NHA ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞ എന്താണ്? മഴ പെയ്തുന്ന്. ആദ്യത്തെ മഴയിൽ തന്നെ സംഭവിച്ചതാണ്. അപ്പോൾ കേരളത്തിന് ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളൊന്നും പരിശോധിക്കാതെ നടന്നിരിക്കുന്ന നിർമ്മാണം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു ഷോ കൂടി നടന്നിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം എന്താണ് പറഞ്ഞത്? DPRൽ എന്തൊക്കെയോ മാറ്റം വരുത്തി, അട്ടിമറിച്ചു. DPR 1, 2, 3 മൂന്നാമത്തെ 1, 2, 3 എന്നൊക്കെ പറയുന്നൊക്കെ ഒരു വേറെ സിനിമാ സ്റ്റൈലിലൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അട്ടിമറിച്ചു. ആരട്ടിമറിച്ചു? ആരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അപ്പോൾ NHA അട്ടിമറിച്ചെന്നു. NHA ആരുടേതാണ്? അട്ടിമറിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് പഠനം നടത്തി ആർക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ പതുക്കെ തിരിയുന്നുണ്ട് കേന്ദ്രം. BJP പ്രതിനിധികളും ആ രൂപത്തിൽ പറയുന്നുണ്ട്. അത് കാര്യങ്ങൾ നോക്കി കൃത്യമായി അറിയിക്കേണ്ടിയിരുന്ന സംസ്ഥാന സർക്കാരാണ്, അതിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം ആ ഒരു ഏകോപനത്തിൻ്റെ ചുമതല
ഇവിടെ പൊതുമരാമത്ത് വകുപ്പിനുണ്ടല്ലോ എന്ന് തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നു. കാരണം ഇപ്പോൾ ഇത് പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂല്ലോ. ഇനി അങ്ങോട്ട് പൊട്ടി കൂടുതൽ പൊട്ടലുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് നല്ല ആശങ്കയുണ്ട്. അതിപ്പോൾ ഇടതു പാർട്ടി, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ലീഗിൻ്റെ അല്ലെങ്കിൽ BJPയുടെ എന്നുള്ള റോട്ടിലിറങ്ങുന്ന എല്ലാവർക്കും ആശങ്കപ്പെടേണ്ട കാര്യമാണല്ലോ, വാഹനം എടുത്ത് പോകുന്നവരുടെ. അപ്പോൾ അത് സമീപത്ത് താമസിക്കുന്നവരുടെ വയലുകളിൽ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഏറ്റവും ഒടുവിൽ വാർത്ത വന്നിരിക്കുക, മണ്ണെടുത്തിട്ട് മണ്ണങ്ങെടുത്ത് വയലിലേക്ക് ഇടുകയാണ്. മണ്ണെടുക്കുന്നു, മണ്ണ് എവിടേക്ക് ഇടണമെന്ന് ആരാണ് നിശ്ചയിക്കുന്നത്? അതിൽ പൊതുമരാമത്ത് വകുപ്പിന് ഉത്തരവാദിത്തമില്ലേ ഈ മണ്ണ് എവിടേക്ക് നിക്ഷേപിക്കണമെന്നുള്ളതിൽ? അപ്പോൾ ഇതൊന്നും നോക്കണ്ട എന്നാണ്. അപ്പോൾ എന്താണ് കോർഡിനേറ്റ് ചെയ്തത്? എന്ത് ഏകോപനമാണ് നടത്തിയത്? അതിന് മറുപടി വേണ്ടേ? അപ്പോൾ ഇത് UDF കാലത്ത് വന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ കാലത്ത് ഈ റോഡ് വന്നു, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുൻപ് UDF കാലത്ത് ഈ റോഡിനെതിരെ ഒരു സമരം നടത്തിയിട്ടില്ലേ? അത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി, നല്ല നഷ്ടപരിഹാരത്തിന് വേണ്ടി കോടതിയിൽ പോയിട്ടൊക്കെയാണ് നഷ്ടപരിഹാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് അങ്ങ് ഒരു വശത്ത് എടുക്കുക, അത് പൊളിഞ്ഞു കഴിയുമ്പോൾ ഇത് ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞ് തള്ളിയിട്ട് കാര്യമില്ല. ഇത് ജനം അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പൊട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞ വാദങ്ങളാണല്ലോ ഇപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അപ്പോൾ അതിനൊരു പുതിയ മറുപടി വേണ്ടേ? ശക്തമായ മറുപടി വേണ്ടേ? അതിന് മന്ത്രി എവിടെ? കാണുന്നുണ്ടോ? Meet the editors.